സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ഇവിടെ തന്നിരിക്കുന്നു കേരള സമാചാരം, കേരള പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷ വ്യാകരണം. ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരള സമാചാരം. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ക്യാപ്റ്റൻ വില്യം കീലിംഗ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആര്? ML ദിംഗ്രയാണ്. ML ദിംഗ്ര. 1688 മഹത്തായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ഓപ്ഷൻ സി, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി, ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യൂമുലസും. ധോലദാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധ്യ ഹിമാലയങ്ങൾ. ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ബീഹാറും ഉത്തർപ്രദേശും. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവ ഒന്നുമല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ധനകാര്യ സെക്രട്ടറി. സർവോദയ പദ്ധതിയുടെ വക്താവ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. 1929 ഇത് സ്ഥാപിതമായി. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, മൂന്നും ശരിയാണ്. NBFC എന്നാൽ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? 42ാം ഭേദഗതി. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിര താമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു?
ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19(1)(e). അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഓപ്ഷൻ ബി 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. നിലവിലുള്ള ത്രിതല സംവിധാനത്തിനു പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അത് ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളുമായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം, ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ഒരു തലമായി ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 4 പ്രസ്താവനകളും അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു: നിയമത്തിന് മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിന്റെ അഭാവവും, അവശ്യ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിയോഗം, എക്സിക്യൂട്ടീവിന് അനിയന്ത്രിതമായ വിവേചനാധികാരം. ഓപ്ഷൻ എ 1, 2 മാത്രം. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു: എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക, വിതരണ സമത്വം പ്രോത്സാഹിപ്പിക്കുക, സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക, സംസ്ഥാന ഇടപെടൽ കുറയ്ക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 മാത്രം. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത്? ഓപ്ഷൻ എ 1 മാത്രം. ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 മാത്രം. ഓട്ടോമേഷൻ, ഇൻഫോർമാറ്റൈസേഷൻ, പരിവർത്തനം. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4. പാർലമെന്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി. ഓപ്ഷൻ എ 1, 2 മാത്രം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3 മാത്രം. ആർട്ടിക്കിൾ 21A ചേർക്കൽ 86ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ 1, 3 മാത്രം. കയർ, കശുവണ്ടിയും കൈത്തറിയും. പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ. MGNREGA പാസാക്കുകയും
രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത്? ഓപ്ഷൻ എ ആണ് 1 മാത്രം. 2005 ഓഗസ്റ്റ് 23 പാസാക്കി. 2005 സെപ്റ്റംബർ 5 രാഷ്ട്രപതിയുടെ അംഗീകാരം നേടി. ഉച്ചഭാഷിണികളുടെ ഉപയോഗം സംബന്ധിച്ച 2000 ശബ്ദ മലിനീകരണ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 3, 4. രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ന് നിർവചിച്ചിരിക്കുന്നു. വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികമോ മതപരമോ ആയ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം. അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയകളും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 മാത്രം. നോർവീജിയൻ പാർലമെന്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തെരഞ്ഞെടുക്കും. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? മാൻടോക്സ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം 126. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം ഡി. താഴെ പറയുന്നവയിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് വേഗത്തിൽ ശരീരഭാരം കൂടുക. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? മാർച്ച് 4. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. കേരളത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല? കാസർഗോഡ്. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണബലം എഫ് ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും? ഓപ്ഷൻ ബി എഫ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും. 6 ന്യൂട്ടൺ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? NVS-02. ഭൂമിയുടെ പുറന്തോടിലെ ഏറ്റവും സമൃദ്ധമായ ലോഹം? അലൂമിനിയം. താഴെ പറയുന്നവയിൽ ഏതാണ് Ge76ന്റെ ഐസോട്ടോൺ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി. 2, 4 മാത്രം. 2, 4. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്
കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും. കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജെമീമ റോഡ്രിഗസ്. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. രാജരാജന്റെ മാറ്റുലി അദ്ദേഹത്തിന്റെ കൃതിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നു. ഓപ്ഷൻ സി 1, 2, 4 മാത്രം. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം 1969. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഈ വരികളുടെ രചയിതാവ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? നവംബർ 23, 2025. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി. പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPU-ന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നു. ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണ്? ടെക്സ്റ്റ്, ഇമേജുകൾ, ആനിമേഷൻ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കൽ. ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ എന്നീ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു? ഓപ്ഷൻ സി. ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട്. ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉപയോക്താവിൽ നിന്ന് ഒരു ബുക്ക് ID സ്വീകരിക്കുന്നു, പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നു, പ്രശ്ന വിശദാംശങ്ങൾ സംഭരിക്കുന്നു, ലഭ്യം അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നു. സിസ്റ്റം ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട്. പട്ടിക പഠിച്ച് XYZ എന്നിവ തിരിച്ചറിയുക. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എക്സ് ലാൻ ഒരു കെട്ടിടത്തിനോ ക്യാമ്പസിനോ ഉള്ളിൽ, അതുപോലെ ഓഫീസ്, ഇൻട്രാനെറ്റ് ഉപയോഗം. വൈ നഗരം മുഴുവൻ പ്രദേശം. നഗരം മുഴുവൻ പ്രദേശം ഏതാണ്? മാൻ ആണ്. സെഡ് രാജ്യത്തുടനീളം ഏതാണ്? വാൻ ആണ്. അടുത്ത ചോദ്യം, ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? പ്രസ്താവന 1, വ്യക്തികളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് സൈബർ ഭീഷണിയിൽ ഉൾപ്പെടുന്നു. പ്രസ്താവന 2, IT ആക്ട് 2000 ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമപരമായ അംഗീകാരം നൽകുന്നു. പ്രസ്താവന 3, എല്ലാ സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഉയർന്ന തരത്തിലുള്ള സാങ്കേതിക കഴിവുകൾ ആവശ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 മാത്രം. 1, 2 മാത്രം. ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന പൊതുവ്യവസ്ഥയ്ക്ക് അപവാദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മന്ത്രിസഭ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിന്റെ പ്രമാണ സാധുത എത്ര കാലത്തേക്കാണ്? ഓപ്ഷൻ ബി ആണ് 5 വർഷം. ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗ വ്യക്തിത്വത്തിനുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം എന്താണ്? ഈ അവകാശം നൽകുന്ന നിയമത്തിന്റെ വ്യവസ്ഥകൾ.
കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച കുട്ടി കുറ്റവാളികളുടെ നീതി നിയമം 2015 നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് സ്ഥാനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തം. സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്നത് ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏത്? വകുപ്പ് 14 ഉപവ്യവസ്ഥ 1 ഉപഖണ്ഡം ബി. ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് 10 ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 72ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 73ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 74ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 75 ഓപ്ഷൻ ബി. 76ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 77 ഓപ്ഷൻ ഡി. 78 ഓപ്ഷൻ എ. 79 ഓപ്ഷൻ സി. 80 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് all but one are synonyms. Find the odd one out. Probing, groping, driving, fumbling. Uttaram option D. Driving. Choose the right correlative from the options given below and complete the following sentence. Gardening is a good hobby. Dash it helps to relieve stress. Moreover, replace the underlined words with one word in the following sentence. When I met my friend after several years, he or she spoke to me with an unsatisfied desire about our good old school days. Wistfully. Add the right question tag to the following statement to make it a question. Some of us were not ready to go to the concert. Were we? Complete the following sentence with the right phrasal verb. Choose your answer from the options given below. It is difficult to dash your good name once you have lost it. Get back. Change the following sentence from active to passive. Choose your answer from the given options. Rash driving causes many accidents. Option A. Many accidents are caused by rash driving. Fill in the blanks with the correct sentence form of the verb given in brackets. If you had gone to the fest, you dash in brackets able to see the magic show. Option D. Would have been able. He was trying to convince her, but it was pointless. In the above sentence, the underlined words can be replaced by an idiomatic expression. Choose the appropriate idiom from the list given below. Option C. Beating a dead horse. Change the following sentence into reported speech. Do you expect a large crowd for the meeting? The manager asked me. Option C. The manager asked me if I expected a large crowd for the meeting. Fill up suitably. The place is infested dash rats with. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ശിഖരം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. ജലകണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത്?
ഓപ്ഷൻ ബി അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏത്? പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക വിൺ പ്ലസ് തലം. ശ്വേനം, ശശാധനം എന്നിവ ഇതിൻ്റെ പര്യായങ്ങളാണ്. പരുന്ത്. അവസാനത്തെ ചോദ്യം, മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ദൗഹിത്രൻ. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങളിൽ ഏതെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്